Dr. Naufal Bashir, neurosurgeon. ഇവിടെ ഇരിക്കുന്നതിൽ എക്സ്പീരിയൻസ് കൊണ്ടും എല്ലാം കൊണ്ടും ഏറ്റവും ചെറുപ്പമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ പറഞ്ഞതുപോലെ വലിയ വലിയ ഉപദേശങ്ങൾ തരാൻ യോഗ്യത എത്തി എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാൻ. ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞു നമ്മളെ എമ്പതിയെക്കുറിച്ചിട്ടും മനുഷ്യത്വത്തെക്കുറിച്ചിട്ടുമൊക്കെ. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗുണമാണ് എന്നും പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളത്. ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഓരോ ദിവസവും പുതിയ പഠനങ്ങൾ അല്ലെങ്കിൽ പുതിയ സംഗതികൾ, ഓരോ രോഗിയും വ്യത്യസ്തമാണ്. ഓരോരോ രോഗിയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അതുകൂടാതെ ഓരോ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓരോ ദിവസവും പഠിക്കാനുള്ളതാണ്. നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു ഡോക്ടർ എന്നുള്ളൊരു ഇതിലേക്ക് പോകുമ്പോൾ അതൊരു 6 വർഷത്തെ പഠനമല്ല, അല്ലെങ്കിൽ 12 വർഷത്തെ പഠനമല്ല. അതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഒരു എക്സലൻറ്റ് ഡോക്ടറാവാൻ പറ്റുള്ളൂ. വേറൊരു കാര്യം ഇപ്പോൾ നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് മാത്രം ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള നിലയ്ക്ക് മാത്രം പറയുകയാണ്. 12 വർഷം എയിംസ് ന്യൂഡൽഹിയിൽ പഠിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ചൊരു സമയം ഏതാണെന്നറിയും? അത് PG എൻട്രൻസ് സമയത്താണ്. മെഡിക്കൽ എൻട്രൻസിനെക്കാട്ടിലും കൂടുതൽ സമയം ഇരുന്ന് പഠിച്ചൊരു സമയം. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡ്രീം പോലെ ഞാൻ ആ സ്വപ്നം കണ്ടാണ് നമ്മൾ എയിംസിലെത്തിയത്. അപ്പോൾ 5.5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞത്, അതിൽ നിന്ന് എനിക്കിനി തിരിച്ചു പോരാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു മനസ്സിലുണ്ടായതുകൊണ്ടാണ് ഞാൻ എന്നും വിശ്വസിക്കുന്നത് എനിക്ക് PGക്കും അവിടെ തന്നെ കിട്ടിയത്. കാരണം അവിടുന്ന് ഇനി ഇറങ്ങുക എന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു സംഗതിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും എന്നും പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ചൊരു സമയമാണ്. പിന്നെ നേരത്തെ നിങ്ങളെ ഡോക്ടർ ജിതിൻ പറഞ്ഞതുപോലെ അതും ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള നിലക്ക് മാത്രം പറയുകയാണ്, ബോസ്റ്റ് ചെയ്യല്ല. സിംഗിൾ ഡിജിറ്റ് കേരള റാങ്കും 2 ഡിജിറ്റ് ഓൾ ഇന്ത്യ റാങ്കും കിട്ടാനും കൂടി ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. ഇതിനൊന്നും ഒരു കുറുക്കുവഴിയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക്, നമ്മൾ ഡ്രീം ബിഗ് ആൻഡ് വർക്ക് ഹാർഡ്, അത് മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും ചെറിയ കാര്യങ്ങളല്ല സ്വപ്നം കാണേണ്ടത്, നമ്മൾ വലിയ കാര്യങ്ങൾ തന്നെയാണ് സ്വപ്നം കാണുന്നത്. ഞാനൊരു ആരോ പറയുന്നത് കേട്ടു, നിങ്ങളൊരു ഫുട്ബോൾ പ്ലെയർ ആവാൻ പോവുകയാണെങ്കിൽ എനിക്ക് മെസ്സി ആവണം എന്നുള്ള നിലയ്ക്ക് തന്നെ നിങ്ങൾ സ്വപ്നം കാണണം, അല്ലാതെ ഞാനിവിടെ ഇങ്ങനെ എവിടെയെങ്കിലും തട്ടുന്ന ഒരാളാവണം എന്നുള്ള നിലയ്ക്കല്ല. അപ്പോൾ അങ്ങനെ സ്വപ്നം കണ്ടാൽ മാത്രമേ, ആ ഒരു സ്വപ്നം കണ്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു നല്ല ലെവലിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഹാർഡ് വർക്ക് തന്നെയാണ്. അതിന് യാതൊരു കുറുക്കു വഴിയുമില്ല. നിങ്ങൾ ആ ഒരു സ്വപ്നത്തിലേക്ക് നന്നായി ഇരുന്ന് പണിയെടുത്താൽ മാത്രമേ എത്തുള്ളൂ. വേറെ യാതൊരു കുറുക്കു വഴിയില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വളരെ നോബിളായിട്ടുള്ളൊരു പ്രൊഫഷനാണ് ഡോക്ടറുടെ പ്രൊഫഷൻ. ഡോക്ടർ എന്നുള്ള വാക്ക് തന്നെ വന്നിട്ടുള്ളത് ടു ടീച്ച് എന്നുള്ളതാണ്. അതായത് ലാറ്റിൻ വേർഡായ ഒരു ഡോസിയർ എന്ന് പറഞ്ഞുള്ള ഒരു വേർഡിൽ നിന്ന്, അതിൻ്റെ അർത്ഥം ടു ടീച്ച്, ഒരു ടീച്ചറെ പോലെയാണ്. അപ്പോൾ മറ്റുള്ളവർക്കെല്ലാവർക്കും മാതൃകയാവേണ്ട ആളുകൾ കൂടിയാണ് നമ്മൾ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു വ്യക്തികളുടെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ആളുകൾ എന്നുള്ള നിലക്ക് ഒരു വലിയ ദൗത്യത്തിലേക്കാണ് നിങ്ങളെല്ലാവരും കാൽവെച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇപ്പം നേരത്തെ എല്ലാവരും പറഞ്ഞ, നമ്മുടെ സീനിയർ ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞ ഈ എല്ലാ ഗുണങ്ങളും അതിൻ്റെ ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും, ഈ ഒരു പ്രൊഫഷനിലേക്ക് കാലെടുത്ത് വെക്കുന്ന അല്ലെങ്കിൽ കാലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹാപ്പി ന്യൂ ഇയർ, മെറി ക്രിസ്മസ്. Thank you, sir.